കണ്ടോ, കടയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന മുട്ട മിച്ചർ വളരെ ഈസി ആയിട്ട് കണ്ടോ ഉണ്ടാക്കാൻ പറ്റും. 3 ചേരുവകൾ മാത്രം മതി. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഹായ് കൂട്ടുകാരെ, ഞാൻ കുറേ നാൾ കൊണ്ട് ഓർക്കുന്നുണ്ട് മുട്ട മിച്ചർ ഉണ്ടാക്കാൻ. അപ്പം നമുക്ക് മിച്ചർ ഉണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യമായിട്ട് അതുണ്ടാക്കുന്നത്, സാധാരണ മിച്ചർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഴയ്ക്കുന്നതൊക്കെ എടുക്കാൻ പറ്റിയില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. കടലമാവും അരിപ്പൊടിയും ഉപ്പും ചേർത്തിങ്ങനെ കുഴച്ചിങ്ങനെ ഞാൻ വെച്ചിരിക്കുക കേട്ടോ. പിന്നെ ലേശം എണ്ണയും കൂടെ ചേർക്കും കേട്ടോ. ഇത് നമ്മുടെ മുതിരയില്ലേ, മുതിരയാണേ. അപ്പം ഇത് ഞാൻ 4.5 മണിക്കൂർ 4 തൊട്ട് 4.5 മണിക്കൂർ, എന്തായാലും ഞാൻ 4.5 മണിക്കൂർ വെള്ളത്തിയിട്ട് കുതിർത്ത് ഞാൻ തോരാൻ വെച്ചതാണേ. വെച്ചിട്ടാൽ മതിയേ. ഒത്തിരി ഇട്ട് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് കോരാൻ പാടായി. അങ്ങനെ കുറേ പ്രാവശ്യം നമുക്കിതിങ്ങനെ എടുക്കാം. നമ്മുടെ മിച്ചറെല്ലാം ഇതിൻ്റെ ഇത് നമ്മൾ ഉണ്ടാക്കി നമ്മൾ കൈ കൊണ്ടിങ്ങനെ ചെറുതായിട്ട് ഇതാക്കിയാൽ മതി കേട്ടോ. ചെറുതായിട്ടാക്കി കഴിയുമ്പോൾ ഇത് റെഡിയാകും. മുതിരയാണ് ഇത്. നമുക്കിനി ഇത് എണ്ണയ്ക്കകത്ത് വറക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കണം. മുതിരയും പിന്നെ കരിവേപ്പിലയും കൂടെ നമ്മൾ വറുത്തത് അതിനകത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായി നമ്മൾ ഇളക്കണം. ഇത് കണ്ടതേ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രുചിയിൽ മുട്ട മിച്ചർ കണ്ടോ. മഴ പെയ്യുമ്പം നല്ല ചൂട് കട്ടനും മിച്ചറും കൂടെ, നമ്മുടെ മുട്ട മിച്ചർ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ. എങ്ങനെയുണ്ട് മോനെ? അടിപൊളിയാണോ? വളരെ എളുപ്പത്തിൽ നമുക്കുണ്ടാക്കാവുന്ന ആണ് മുട്ട മിച്ചർ. അപ്പം ബൈ. എല്ലാവർക്കും മനസ്സിലായല്ലോ മിച്ചർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്? പെട്ടെന്ന് ഉണ്ടാക്കാം. നമ്മളെല്ലാവരും ഉണ്ടാക്കി. ബൈ.